കേരളത്തിലെ മാധ്യമങ്ങൾ പുറത്തു പറയാത്ത ഒരു സന്തോഷ വാർത്ത, കേരളത്തിൻ്റെ ഒരു മുന്നേറ്റത്തിൻ്റെ വാർത്ത, അത് നിങ്ങളോട് പറയുവാനുണ്ട്. നമ്മുടെ മാധ്യമങ്ങളൊന്നും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യില്ല. കാരണം കേരളം മുന്നേറുന്നു എന്ന് പറയുവാൻ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ വാർത്ത, സന്തോഷം പകരുന്ന ആ വാർത്ത ഇങ്ങനെയാണ്. കയറ്റുമതി രംഗത്ത് കേരളത്തിന് കുതിപ്പുണ്ടായിരിക്കുന്നു. നീതി ആയോഗ് പട്ടികയിൽ 11ാം സ്ഥാനത്താണ് നമ്മുടെ സംസ്ഥാനം. ശ്രദ്ധിക്കുക, 11ാം സ്ഥാനത്ത്. കയറ്റുമതിക്ക് സജ്ജമായ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ മുൻപ് 19ാം സ്ഥാനത്തുണ്ടായിരുന്ന കേരളം ഇത്തവണ 11ാം സ്ഥാനത്തേക്ക് കുതിച്ചിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊന്നും ഈ വാർത്ത അധികം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാരണം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്താൽ അത് ഇടതുപക്ഷ സർക്കാരിന് കൂടുതൽ മൈലേജ് ഉണ്ടാക്കിയാലോ. അതുകൊണ്ട് അവർ ഒരിക്കലും ഇത്തരത്തിലുള്ള വാർത്തകൾ, കേരളത്തിൻ്റെ മുന്നേറ്റ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല. കയറ്റുമതി രംഗത്ത് കേരളം ശക്തമായ മുന്നേറ്റം നേടുന്നുവെന്ന സന്തോഷ വാർത്ത പങ്കുവെച്ച വ്യവസായ മന്ത്രി പി രാജീവ് തന്നെയാണ് ഈ വാർത്ത കേരളീയരെ അറിയിച്ചത്. കയറ്റുമതി കേരളത്തിൻ്റെ ശക്തമായ മുന്നേറ്റ മേഖലയായി മാറുന്നതിൻ്റെ വ്യക്തമായ തെളിവായി നീതി ആയോഗ് പുറത്തിറക്കിയ പുതിയ റാങ്കിംഗ് പട്ടിക മാറുകയാണ്. 11ാം സ്ഥാനം എന്ന് പറയുന്നത് അത് ചില്ലറ കാര്യമല്ല. കയറ്റുമതിയിലെ വൈവിധ്യവൽക്കരണം, മാനവവിഭവശേഷി, MSME ആവാസ വ്യവസ്ഥ, അടിസ്ഥാന സൗകര്യങ്ങൾ, നയപരമായ പിന്തുണ എന്നിവ ഉൾപ്പെടെയുള്ള മാനദണ്ഡങ്ങൾ വിലയിരുത്തിയാണ് നീതി ആയോഗ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. ഈ എല്ലാ മേഖലകളിലും കേരളം ശ്രദ്ധേയമായ പുരോഗതിയാണ് കൈവരിച്ചിരിക്കുന്നത്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ഭക്ഷ്യവിഭവങ്ങൾ, കേരളത്തിൽ നിർമ്മിക്കുന്ന കപ്പലുകളും ബോട്ടുകളും, എസൻഷ്യൽ ഓയിലുകൾ, കുട്ടികളുടെ വസ്ത്രങ്ങൾ തുടങ്ങിയ മേഖലകളിൽ കയറ്റുമതി ഗണ്യമായി വർദ്ധിച്ചു. ഒപ്പം ഇടവേളയ്ക്ക് ശേഷം കാപ്പി മേഖലയിലെ തിരിച്ചുവരവും ഈ റാങ്കിൽ പ്രതിഫലിക്കുന്നുണ്ട്. സിംഗപ്പൂർ, UAE, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി നടക്കുന്നത്. ഇതിനു പിന്തുണയായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന 19 ചെറുതും വലുതുമായ തുറമുഖങ്ങളും 5 കാർഗോ ടെർമിനലുകളും മറ്റ് ഗതാഗത മാർഗങ്ങളും ഫലപ്രദമായി ഉപയോഗിക്കുന്നതായി സൂചിക വ്യക്തമാക്കുന്നുണ്ട്. കയറ്റുമതി വർധനവിന് പിന്നിൽ സംസ്ഥാന സർക്കാരിൻ്റെ നയപരവും ഭരണപരവുമായ ശക്തമായ പിന്തുണയുണ്ടെന്നും നീതി ആയോഗ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. വാണിജ്യ മേഖലയ്ക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിച്ചതും വ്യക്തമായ കയറ്റുമതി നയം നടപ്പിലാക്കിയതും ഉൾപ്പെടെയുള്ള നടപടികൾക്ക് കേരളത്തിന് മികച്ച മാർക്കാണ് ലഭിച്ചത്. അടുത്ത വർഷത്തെ റാങ്കിങ്ങിൽ ആദ്യ 10 ഇടം നേടുക എന്ന ലക്ഷ്യത്തോടെ കയറ്റുമതി പ്രോത്സാഹന പ്രവർത്തനങ്ങൾ കേരളം കൂടുതൽ ശക്തമാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.